അത്ഭുതങ്ങളുടെ ഉറവിടമെന്ന് ഭക്തർ വിശ്വസിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിപ്പിച്ചിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി വലിയ പള്ളിയാണിത്. ഇവിടുത്തെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൽക്കുരിശിനും പൈശാചികത, തിന്മ, രോഗങ്ങൾ, തൊഴിലുകൾ എന്നിവയുടെ മധ്യസ്ഥനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളന്റെ പേരിലുള്ള ഈ പള്ളിക്കും ഒരുപാട് കഥകൾ പറയുവാനുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ കച്ചവടത്തിനാ മറ്റോ പോയി പണവുമായി വീട്ടിലോട്ട് മടങ്ങിയ ഒരു ഹൈന്ദവ കാരണവരെ കുതിരപ്പുറത്തെത്തിയ ഒരു പടയാളി മോഷ്ടാക്കളിൽ നിന്നും രക്ഷിക്കുന്നു. പിന്നീട് കാരണവർക്കൊപ്പം സഹയാത്രികനായി ആ പടയാളി ദേശവാടിയുടെ പടയാളിയാണ് ാണ് കാരണവർ ആദ്യം കരുതിയത്. വേഷം കണ്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരനാണോ എന്നും സംശയിച്ചു. ചന്ദനപ്പള്ളിയിൽ ഇപ്പോഴത്തെ കൽക്കുരിച്ചിരിക്കുന്ന സ്ഥലം വരെ കാരണവർക്കൊപ്പം എത്തിയ പടയാളി സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം വിശുദ്ധ ഗീവർഗീസ് സഹതയാണെന്ന്. ഇത്രയും പറഞ്ഞ പടയാളി പെട്ടെന്ന് അപ്രത്യക്ഷനായി. അത്ഭുതപ്പെട്ട കാരണവർ ആ സ്ഥലത്ത് മോഹാത്സ്യപ്പെട്ട് വീണുപോയി. ബോധം തെളിഞ്ഞപ്പോൾ ഓടിക്കൂടി ആളുകളോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ആദ്യം ഓല കൊണ്ട് നിർമ്മിച്ച ഒരു ആരാധനാ സ്ഥലം ഉണ്ടായതും പിന്നീട് ഇവിടെ കൽക്കുരിച്ച് നിർമ്മിക്കപ്പെട്ടതുമെന്നാണ് തലമുറകൾ പറഞ്ഞു വരുന്ന ഐതിഹ്യം. മെയ് 7-8 തീയതികളിലാണ് ഇവിടുത്തെ ജനസാഗരങ്ങൾ നിറയുന്ന അനുഷ്ഠാനങ്ങളും പ്രസിദ്ധമായ ചെമ്പെടുപ്പും ഒക്കെയുള്ള പെരുന്നാൾ. മെയ് 8-നാണ് ചന്ദനപ്പള്ളിയുടെ മാത്രം പ്രത്യേകതയായ ചെമ്പെടുപ്പ് നടക്കുന്നത്. ചന്ദനപ്പള്ളിയിലെ വലിയ തോടിന് സമീപത്തുള്ള ചെമ്പിൻമൂട്ടിൽ നിന്ന് പാതി ബന്ധാരി ചെമ്പുകളിൽ നിറച്ച് ഹൈന്ദവർ ആഘോഷപൂർവ്വം കുതിരപ്പുരിയിലേക്ക് എത്തിക്കുന്ന ചടങ്ങാണ് ചെമ്പെടുപ്പ്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തുള്ള കൊടുമൺ പഞ്ചായത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ കാണാക്കാഴ്ചകൾക്കായി അബി ട്രിപ്സ് പേജ് ഫോളോ ചെയ്യുവാൻ മറക്കരുത്.